വളരെ രുചിയായി ബീഫ് റോൾ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായി ഞാനിവിടെ ഒരു വലിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. ഉള്ളി ചെറുതാണെങ്കിൽ 2 എടുക്കണം. കറിയിൽ ബാക്കി വന്ന ബീഫ് കൊണ്ടാണ് ഞാൻ ഇന്നിവിടെ ബീഫ് റോൾ ഉണ്ടാക്കുന്നത്. നമുക്ക് ആ കറിയിലുള്ള ബീഫ് അതുപോലെ തന്നെ നമുക്ക് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇനി നമുക്കൊരു നോൺ സ്റ്റിക്ക് പാൻ അടുപ്പത്ത് വെച്ച് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. ചൂടായതിന് ശേഷം നമുക്ക് കുറച്ച് കറിവേപ്പില ഇടാം. കറിവേപ്പില ഇട്ടതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ച ഉള്ളി അതിലേക്കിട്ട് ഒന്ന് വാട്ടിയെടുക്കാം. ഇതിലേക്ക് ആവശ്യമായ ഉള്ളി വെളുത്തുള്ളി പേസ്റ്റ് നമുക്കിതിലേക്ക് ചേർത്തിട്ട് ഒന്ന് ഇളക്കാം. കൂടാതെ 4 പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞത് ഞാനിതിലേക്ക് ചേർക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി 1 സ്പൂൺ, ഗരം മസാല 1 സ്പൂൺ, ഇതൊക്കെ ഇതിലേക്ക് ചേർത്ത് ഒന്നുകൂടെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇതിലേക്ക് കുറച്ച് 1 സ്പൂൺ ഉപ്പ് നമ്മൾ ബീഫിൽ ചേർക്കുന്നുണ്ട്. അപ്പോൾ അധികം ചേർക്കേണ്ടതില്ല. കുറച്ചിട്ടതിന് ശേഷം നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് വെച്ച നമ്മുടെ ബീഫ് ഇതിലേക്ക് ചേർക്കാം. കറിയിലെ ബീഫ് ആയതുകൊണ്ട് ഇതിന് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ വേറെ മസാല ഒന്നും അധികം ചേർക്കേണ്ടതില്ല. ബാക്കി വരുന്ന ബീഫും ചിക്കനും ഒക്കെ നമുക്ക് ഇങ്ങനെ ചിക്കൻ റോളൊക്കെ ആക്കി മാറ്റിയെടുക്കാം. ഇറച്ചിയും ഉള്ളിയൊക്കെ ഏകദേശം നല്ല രീതിയിൽ വാടിയിട്ടുണ്ട്. നമുക്കത് പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് 2 കോഴിമുട്ട ആവശ്യമുണ്ട്. അത് ഉടച്ചെടുത്ത് ഇങ്ങനെ വിസ്ക് കൊണ്ട് നല്ല രീതിയിലൊന്ന് കലക്കിയെടുക്കാം. ഞാനിവിടെ കുറച്ച് കോൺഫ്ലേക്സ് എടുക്കുന്നുണ്ട്. അത് നമുക്ക് കൈകൊണ്ട് തന്നെ ഇങ്ങനെ നല്ല രീതിയിൽ പൊടിച്ചെടുക്കാം. ഇതിന് പകരമായിട്ട് നമുക്ക് ബ്രെഡ് ക്രംസ് എടുത്താലും മതിയാകും. കോൺഫ്ലേക്സ് എടുക്കുമ്പോൾ നമ്മുടെ ബീഫ് റോൾ നല്ല രീതിയിൽ മൊരിഞ്ഞ് കിട്ടും. ബീഫ് റോൾ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുക്കുന്നത് 300 ഗ്രാം മൈദയാണ്. അത് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. പച്ചവെള്ളത്തിൽ കുഴച്ചാൽ മതി. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാൽ ഇങ്ങനെ വേഗത്തിൽ തന്നെ കുഴഞ്ഞ് കിട്ടും. ഇനി നമുക്കിത് പത്തിരി പോലെ പരുത്തി അരികൊക്കെ ഒന്ന് കട്ട് ചെയ്ത് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച നമ്മുടെ ഉള്ളി ബീഫ് നമുക്കിതിലേക്ക് കുറച്ച് ചേർക്കാം. 1 സ്പൂണോളം ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിങ്ങനെ ഉരുട്ടിയെടുക്കാം. ചിക്കൻ റോൾ നമുക്ക് സാധാരണയായി കടകളിലൊക്കെ കിട്ടുന്ന ഒരു പലഹാരമാണ്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. നമുക്കിത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്താൽ വളരെ ഹെൽത്തി ആയിരിക്കും. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണേ. എന്നാൽ ഞാനുണ്ടാക്കുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടും. അപ്പോൾ നമ്മുടെ ചിക്കൻ റോൾ ഇതാ എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു. ഓരോന്നായിട്ട് നമുക്കിത് പാത്രത്തിലേക്ക് എടുത്ത് വെക്കാം. ഇനി ഇത് ഒന്ന് പൊരിച്ചെടുക്കണം. അതിനുവേണ്ടി ഒരു നോൺ സ്റ്റിക്ക് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിന് അധികം വെളിച്ചെണ്ണ ഒന്നും ആവശ്യമുണ്ടാകുകയില്ല. കുറച്ച് വെളിച്ചെണ്ണയിൽ നമുക്കിതൊന്ന് മൊരിയിച്ചെടുക്കാം. അതിനായി ഒന്നെടുത്തിട്ട് നമുക്ക് ഈ എഗ്ഗിലേക്കൊന്ന് ഡിപ്പ് ചെയ്ത് കോൺഫ്ലേക്സിലേക്ക് ഉരുട്ടിയെടുത്ത് നമുക്കിത് വെളിച്ചെണ്ണയിലേക്ക് ഇടാം. ഓരോന്നായിക്കൊണ്ട് നമുക്കിതിങ്ങനെ വെളിച്ചെണ്ണയിലേക്ക് ഇടാം. നല്ല ഷേപ്പാണ് ഇത് കാണാനും കഴിക്കാനും വളരെ രുചിയാണ്. ബീഫ് ആയതുകൊണ്ട് കറിയിലെ ബീഫും അല്ലേ, അതുകൊണ്ട് നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. ഒരു സൈഡ് നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്. അടുത്ത സൈഡ് നമുക്ക് വേവിക്കാൻ വേണ്ടി മറിച്ചിടാം. വളരെ ഈസിയായ വളരെ രുചിയുള്ള ഈ ബീഫ് റോൾ ഉണ്ടാക്കാൻ ആരും മടിക്കരുത്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകളും നിർദ്ദേശങ്ങളും ഒക്കെ എഴുതാൻ മറക്കരുത്. ബീഫ് റോൾ ഇതാ ഇവിടെ തിന്നാൻ വേണ്ടി റെഡിയായി കഴിഞ്ഞാൽ നമുക്ക് ഓരോന്നോരോന്നായി വെളിച്ചെണ്ണയിൽ നിന്നും എടുത്ത് പാത്രത്തിലേക്കിടാം. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഇഷ്ടമായി ഈ കറുമുറ കഴിക്കാനുള്ള ഈ ബീഫ് റോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ. എന്നാൽ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. താങ്ക് യു ഫോർ വാച്ചിങ്.